ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആ ഒരു എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ഗൈഡൻസ് ഏതാണ് എന്നുള്ളത് കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. മനസ്സ് എപ്പോഴും ശാന്തമായിട്ട് വെക്കുക. നെഗറ്റിവിറ്റി ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്തേക്കുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോടുകൂടി തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Pentacles, Three of Swords, Nine of Cups, Two of Swords, King of Wands, King of Swords, Ace of Cups, Nine of Swords, The Lovers, Seven of Wands, Six of Swords, ഒരു കാർഡ് കൂടെ വീണിട്ടുണ്ട്. Five of Swords, Queen of Swords, Knight of Cups, Seven of Pentacles, Ten of Cups, King of Cups, Three of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് എനർജി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു സ്പ്രെഡിൽ ഓവറോൾ എല്ലാവിധ എനർജീസും കയറി വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തീർത്തും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കാം, ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എല്ലാവരും നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി, നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഇല്ല. ത്രീ ഓഫ് സോൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു വിരഹ ദുഃഖത്തിൽ അനുഭവിച്ചു നിൽക്കുന്ന എനർജിയാണ്. വിരഹ ദുഃഖം എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ടും നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പണനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അത്യാവശ്യം വലിയ രീതിക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം, ഒരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഒരുപാടൊരു പണമുള്ള വ്യക്തികളല്ലെങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു സമ്പത്ത് നിങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ നിങ്ങൾക്ക് ഒരു ചതിയിലൂടെ ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചതിയിൽ നിങ്ങൾ അകപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ്. ഒരുപാട് പണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. വിരഹദുഃഖം എന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് സമനില തെറ്റിയിരിക്കുന്ന അവസ്ഥ. സമനില തെറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും മാനസിക രോഗി എന്നുള്ള രീതിക്കല്ല മീൻ ചെയ്യുന്നത്. നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ നില തെറ്റി നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു എനർജി. ഒരുപാട് വേദനകളിലൂടെ തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകുന്നത്. നയൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്, സിക്സ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്, ഫൈവ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. എല്ലാ രീതിക്കും ഒരു വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പച്ച പിടിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമ്പത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്.
പക്ഷെ എന്താണ് എന്നറിയില്ല, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കര പറ്റാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. തീർത്തും ഏകനായിട്ട് അല്ലെങ്കിൽ ഏകയായിട്ടിരുന്ന് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് തന്നെ സാധിക്കും. നമ്മൾ ലൈവ് ആയിട്ട് തന്നെയാണ് കാർഡ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫാമിലി എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫാമിലി ലൈഫിൽ നിൽക്കുന്ന പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവിടെയും വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വലിയ രീതിക്ക് ഒരു ചതിയിൽ തന്നെയാണ് ഇപ്പോൾ അകപ്പെട്ട് നിൽക്കുന്നത്. ആ ഒരു ചതിയിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കരകയറണം, അല്ലെങ്കിൽ തിരിച്ചറിവ് നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കും. ചതിയാണ് നിങ്ങൾക്ക് നേരിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടിരിക്കുന്നത് വലിയൊരു ചതി തന്നെയാണ്. പക്ഷെ എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ ഇനി തിരികെ പിടിക്കാം, ഈ ഒരു ആലോചനയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് എന്താണ് യൂണിവേഴ്സ്, അപ്പൊ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു വേദന സഹിക്കുന്ന വ്യക്തികളായിരിക്കാം. എല്ലാ രീതിക്കും ജീവിതത്തിൽ ഒന്ന് ഉയരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഓരോ നിമിഷവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ നിങ്ങളുടെ വിശ്വാസങ്ങൾ പോലും പൂർണ്ണമായിട്ടും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടും ഉണ്ടായിരിക്കും. അത്രത്തോളം നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നുണ്ടായിരിക്കും, വഴിപാടുകൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു എന്താണോ നിങ്ങളുടെ ആ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കരകയറാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്കൊരു വിശ്വാസം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു എനർജിയാണ്, വളരെയധികം വേദനിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഉടനെ തന്നെ നിയറസ്റ്റ് ഫ്യൂച്ചർ, അതായത് സമീപ ഭാവിയിൽ തന്നെ, ഒരുപാട് ലോങ് ആയിട്ടുള്ള ടൈം അല്ല നമ്മൾ നോക്കുന്നത്, സമീപ ഭാവിയിൽ തന്നെ എന്താണ് ഈ ഒരു പ്രപഞ്ചം നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവിക ശക്തി എന്താണ് നിങ്ങളിലേക്ക് നൽകാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ 3 ഓഫ് സോഴ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു വേർപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും താങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് വന്നിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ എത്ര സമയമായി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മുറിവ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മറക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മൂവ് ഓൺ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും നിങ്ങൾ ആ ഒരു വേദനയിൽ തന്നെയാണ്, ആ ഒരു പാസ്റ്റിലാണ് ഉടക്കി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയുടെ വിരഹം മാത്രമല്ല, നിങ്ങളിൽ നിന്ന് വലിയ രീതിക്ക്, ഇപ്പൊ ചിലവരുടെ കേസിലായിരിക്കും രണ്ടും ഒരേപോലെ വന്നിരിക്കുന്നത്, മറ്റു ചിലവർക്ക് ആ ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഒരു വേർപാട് മാത്രമായിരിക്കാം, ചിലവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാത്രമായിരിക്കാം. ഇവിടെ വന്നിരിക്കുന്നതിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സമ്പത്ത് ആണെങ്കിലും ജോലി ആണെന്നുണ്ടെങ്കിലും കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ നല്ല രീതിക്ക് നിന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വലിയ രീതിക്ക് തന്നെ ഒരു വൻ ചതിയിൽ അകപ്പെട്ടിട്ട് ഒരു സമ്പത്ത് നഷ്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടം വന്നതോടുകൂടി നിങ്ങൾ ഏറ്റവും ഡൗൺ സ്റ്റേജിലേക്ക് പോയിരിക്കുന്ന ഒരു എനർജിയാണ്. അവിടെയും നിങ്ങൾ മാനസികപരമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സമനില തെറ്റിയിരിക്കുന്ന എനർജി. ആ ഒരു പഴയ കാലത്തെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും നിങ്ങൾ ഒരു പുഞ്ചിരിയോട് കൂടി അതിനെ സമീപിക്കുകയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ തന്നെയാണല്ലോ, അവനവൻ വരുത്തി വെച്ച ഒരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ ഇത് ചെയ്തത്. എങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു നന്മ ഈ ഒരു യൂണിവേഴ്സ് ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളോട് തന്നെ ഒരു പുച്ഛം തോന്നി തുടങ്ങിയിരിക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ഇത്രയും വേദനിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ വേദന കാണാത്തത് എന്നുള്ള ഒരു ഓർമ്മകളിൽ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലാണ് നിങ്ങൾ ഇവിടെ ഉടക്കി നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആദ്യം സാധിച്ചിട്ടില്ല. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്നൊരു ഗൈഡൻസ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ഈ ഒരു ലോ എനർജിയിൽ നിങ്ങൾ നിൽക്കാതെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് നിങ്ങളുടെ തന്നെ സ്വന്തം ഒരു ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു സ്ട്രെസ് ഒക്കെ അനുഭവിച്ചു വരുന്ന ആ ഒരു എനർജിയിൽ നിങ്ങളുടെ ഹെൽത്ത് പോലും ഒരുപാട് മോശപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്.
അപ്പൊ അതിൽ നിങ്ങൾ എന്തായാലും ആ ഒരു തീരുമാനം എടുത്ത് പുറത്തേക്ക് വരണം. ഇപ്പോഴും നിങ്ങൾ ആ ഒരു ഇരുട്ട് മുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടഴിക്കേണ്ട സമയം നിങ്ങളുടെ ലൈഫിൽ എത്തിയിരിക്കുകയാണ്. അതിന് നിങ്ങളായിട്ട് തന്നെ ഒരു ഹാഫ് നിങ്ങളായിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ബാക്കി ആ ഒരു ഹാഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരാൻ പോകുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡും 9 ഓഫ് കപ്സും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു ഗർജിക്കുന്ന സിംഹം പോലെ അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ തരം താഴ്ത്തി അല്ലെങ്കിൽ ഒത്തിരി നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയവരാണ് എന്നുണ്ടെങ്കിൽ അവരിൽ ഒരു പരിവർത്തനം സംഭവിച്ചിരിക്കുന്ന എനർജിയാണ്. കംപ്ലീറ്റ്ലി ഒരു പരിവർത്തനം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവരിൽ സംഭവിച്ചു കഴിഞ്ഞു. ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവരിൽ സംഭവിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് പോകുന്നു. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വൈകാരികപരമായ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമാണ്. അവരുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു സ്നേഹം ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ പോയപ്പോഴേക്കുമാണ് അവർക്കത് തിരിച്ചറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു സത്യം യൂണിവേഴ്സ് ആയിട്ട് അവരിലേക്ക് അറിയിച്ചിരിക്കുന്ന ഒരു എനർജി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവുമായിട്ട് അതേക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും ആ ഒരു ബോണ്ടിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 9 ഓഫ് കപ്സ് ആണ്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വൈകാരികപരമായ ഒരു എനർജിയാണ് കപ്പ് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ സന്തോഷിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഇത്രത്തോളം വേദനിച്ച് വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആനന്ദത്തിന്റെ നിമിഷങ്ങളാണ് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കിങ് ഓഫ് സോൾസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും പോരാടിക്കൊണ്ട് നിൽക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, തിരിച്ചു പിടിക്കാൻ എന്ന് പറയുമ്പോഴേക്കും ഫിസിക്കലി ശ്രമിക്കുന്നുണ്ടായിരിക്കാം, അതോടൊപ്പം തന്നെ മെന്റലി നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാര്യത്തിനും ഇവിടെ വിജയമാണ്. കിങ് ഓഫ് സോഴ്സ് എന്ന് പറയുന്ന രാജാവാണ്. രാജാവ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ രീതിക്കും ന്യായമായ രീതിയിൽ തന്നെ അർഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുത്തിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വൈകാരികപരമായ എനർജിയിലാണ് ഈ ഒരു വ്യക്തി ആനന്ദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ, സമ്പത്താണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടിന്റെ ബുദ്ധിപൂർവമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിന്റെയും പ്രയത്നത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സമ്പത്ത് പോലും നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു വേദന എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് കണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിങ്ങൾ അത്രത്തോളം വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. ഇപ്പോഴും നിങ്ങൾ വേദനയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇടണം. കാരണം നിങ്ങൾ ആ എഫേർട്ട് 50% ഇടുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത്രത്തോളം ഇവിടെ ഈ ഒരു ഇരുണ്ട് നിറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു പ്രകാശം, ഒരു വെള്ളരിപ്രാവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു തല ഉയർത്തിയാൽ മാത്രമേ അത് കാണുകയുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ആ ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കാതെ ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഒരു പടി എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇതിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കുക. നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ചാൽ മാത്രമാണ് യൂണിവേഴ്സിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്വയം അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു സെൽഫ് ലെവലിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ഒരു കാര്യങ്ങൾ കണക്ട് ആവും. മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും ഈ ഒരു വേദനയിൽ തന്നെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമയമാണ്, ആ ഒരു ഡിവൈൻ ടൈം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമായിരിക്കുന്നു. അപ്പൊ ഈ ഒരു വായന എന്ന് പറയുന്നത് നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ലോ എനർജിയിൽ നിന്നും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ടേക്ക് വെക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ ഉടനെ തന്നെ കണ്ടറിയാൻ സാധിക്കും. ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചുവടുവെപ്പിലൂടെ അവരുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമീപ്യം, ആ ഒരു പ്രസൻസ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ സന്തോഷം കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിറയാനായിട്ട് പോവുകയാണ്. ആ ഒരു വൈകാരികപരമായ അവരുടെ യഥാർത്ഥമായ സ്നേഹം നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്ന ഒരു സമയമാണിത്.
നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവിധ നെഗറ്റിവിറ്റികളും നിങ്ങളിൽ നിന്ന് റിമൂവ് ആവുകയാണ്. 6 ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത വ്യക്തികളായിരിക്കാം. ഇനിയും വേദനിക്കാൻ വയ്യ എന്നുള്ള രീതിക്ക്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബാഡ് ആയിട്ടുള്ള എല്ലാ കർമാസും ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കുകയാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ലൈഫ് അല്ല ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു സമയത്ത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ കാർഡാണ്. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ അത്രത്തോളം അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കണക്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും യൂണിവേഴ്സിനോട് നിങ്ങൾ കണക്ട് ആയിട്ടുണ്ട്. ഇനി എന്ത് വന്നിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിന്റെ ഒരു തീരുമാനമാണ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം സത്യമാകാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാനായിട്ട് പോകുന്നു. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാനസികപരമായിട്ട് ശാരീരികപരമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള സാധ്യത വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് മറ്റൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ വെറുത്തു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു ഗൈഡൻസ് തന്നെയാണ്. ആ ഒരു കാര്യം യൂണിവേഴ്സ് ആയിട്ട് എന്നിലൂടെ നിങ്ങളിലേക്ക് ഇപ്പൊ ഓർമ്മിപ്പിക്കുകയും കൂടിയാണ്. അപ്പൊ ആദ്യം സ്വയമേ സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് സമ്പത്താണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യൂൻ ഓഫ് സോഴ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് സോഴ്സ് വന്നു, ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് സോഴ്സും വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രാജാവിന്റെയും രാജ്ഞിയുടെയും വിജയമാണ്. അപ്പൊ രണ്ട് എനർജിയും ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു പെയർ ആണ്, ഇതൊരു ജോഡിയാണ്. ആ ഒരു ജോഡി എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു കണക്ഷനെ കൂടിയാണ് ആ ഒരു പെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരുടെ എനർജി എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷേ മറ്റ് പല കാരണങ്ങൾ കൊണ്ടിട്ടാണ് നിങ്ങളുടെ ബന്ധം അകന്നു പോയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സൺ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷെ ആ ഒരു ചീറ്റിങ്ങിൽ മറ്റൊരാളുടെ കൈകടത്തൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകണമെന്നും നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് തന്നെ ആ ഒരു ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് കടന്നു വന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷേ മറ്റ് പല കാരണങ്ങൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനായിട്ട് മറ്റ് പല സിറ്റുവേഷനിലൂടെ ഏതോ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ട് പോയിരിക്കുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു യഥാർത്ഥമായ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ ഒന്നിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു പേഴ്സണും ഈ ഒരു സമയത്ത് നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ തിരിച്ച് പ്രപ്പോസ് ചെയ്യണം എന്നൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. ആ ഒരു മനസ്സിലേക്ക് അവരുടെ ചിന്തകളൊക്കെ മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഒത്തിരി ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഒത്തിരി വലിയ പ്രശ്നം ഉണ്ടായ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. എത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് മാത്രമായിട്ട് അട്രാക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ശുദ്ധത തന്നെയാണ് ഇവരുടെ തീരുമാനം ഇങ്ങനെ ആക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിരിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈം, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കറക്റ്റ് ടൈം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സമയം വന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. ഒരു ഡൗട്ടോടുകൂടി നിങ്ങൾ ഇതിനെ സമീപിക്കരുത്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വരില്ല. അപ്പൊ ചിലവർ കമന്റ് ചെയ്യുന്നത് കാണാം, ആ ഒരു പേഴ്സൺ വരണ്ട. അപ്പൊ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ആവാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റിവിറ്റി ലൈഫിലേക്ക് അടുപ്പിക്കരുത്. പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് പോയവർ തന്നെയായിരിക്കാം. പക്ഷേ അവരുടെ ലൈഫിൽ അവർക്കും തീർച്ചയായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാകാം, അല്ലെ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ എന്തായാലും നിങ്ങളുടെ പേഴ്സണ് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതും കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ ആണ്. കിങ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു എനർജി. ഇത് എന്ന് പറയുന്ന അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ്.
അപ്പൊ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അവരിൽ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഈ ഒരു പേഴ്സണിന്റെ കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റിവിറ്റിയോ കാര്യങ്ങളോ വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. നിങ്ങൾ ഇതുവരെ കാത്തിരുന്ന നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ച ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങളിലേക്ക് തിരികെ ലഭിക്കാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ ഒരു സമ്പത്തെല്ലാം തന്നെ നിങ്ങളുടെ ബുദ്ധിപൂർവമായ നീക്കത്തിന്റെയും നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധതയുടെയും അതോടൊപ്പം നിങ്ങളുടെ പ്രയത്നത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായിട്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണോ അതിൽ ഒരു പടി കൂടുതൽ. അതോടൊപ്പം നിങ്ങൾ ഒരു ജോലിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 7 of Pentacles ആണ്. അതായത് നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ എത്രത്തോളമാണോ ഈ ഒരു കാര്യത്തിൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത് ആ ഒരു എഫേർട്ടിന് ഫലം ലഭിക്കാനായിട്ട് പോകുന്നു. പുറത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നു നിൽക്കുന്നവരായിരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന എനർജിയാണ്. നിങ്ങൾക്ക് ആ ഒരു ജോലി പുറത്തേക്ക് ലഭിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നാട്ടിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിൽ നഷ്ടം വന്നിരിക്കുന്നവര്, അതുപോലെ പണനഷ്ടം, സാമ്പത്തികപരമായിട്ടുള്ള മൊത്തത്തിലുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഒരു വളർച്ച കൈവരിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു അല്ലെങ്കിൽ കാത്തിരുന്നത് മാത്രമല്ല അതിനുവേണ്ടി പ്രയത്നിച്ചവരും ഉണ്ടായിരിക്കാം. അതിന്റെയൊക്കെ ഭാഗമായിട്ട് 10 of Cups ആണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ആ ഒരു പേഴ്സൺ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരിക, നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ആ ഒരു സ്നേഹം, അവരുടെ സ്നേഹം മറ്റാരിലേക്കും പോവാതെ തീർത്തും നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുക്കി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് സൈഡിൽ നിന്നും ആരിലേക്കും പോകരുത് എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന എനർജിയാണ്. അത്രത്തോളം ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആത്മാർത്ഥത അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. നിങ്ങളെ കൂടുതലായിട്ട് ആഴത്തിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. സ്നേഹിക്കണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് തോന്നിയിരിക്കുന്നു. സ്നേഹിക്കണം എന്ന് മാത്രമല്ല, ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ പഴയ രീതിയിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങളിപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്, ഇവരും മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി അതുപോലെ തന്നെ അതും പെയർ ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് ആണെന്നുണ്ടെങ്കിലും കിങ് ഓഫ് സോഴ്സ് ആണെന്നുണ്ടെങ്കിലും അവിടെയും പെയർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വൈകാരികപരമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യത്തിന് അല്ലെങ്കിൽ ആഗ്രഹത്തിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ. ഇവരും നിങ്ങളെ ഈ ഒരു സമയത്ത് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തടസ്സങ്ങൾ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 3 of Pentacles ആണ്. ആ ഒരു സിറ്റുവേഷൻസ് എന്താന്നുള്ളതും അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളതും അത് തങ്ങൾക്ക് ഗുണം തന്നെയാണോ, തങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സിറ്റുവേഷൻ ഗുണമുള്ളതാണോ അല്ലെങ്കിൽ ഗുണമില്ലാത്തതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരിപ്പോൾ പഠിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് പഠിക്കുന്നവരുണ്ട്. സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം. എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് മാത്രമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിന്നും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു എനർജിയാണ്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പോകുന്നു. ഇപ്പോൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, കുടുംബം, ആ ഒരു രീതിയിൽ കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ, അതുപോലെ നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സമ്പത്ത്, കാര്യങ്ങൾ, ജോലി എല്ലാം നിങ്ങളിലേക്ക് തിരികെ ലഭിക്കാനായിട്ട് പോകുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് വാൻഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്ട് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഒരു സമ്പത്തായിട്ട് കടന്നു പോയവരാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റബോധം പേറി അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അവർ ചെയ്തത് തെറ്റാണ് എന്നൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തിരിച്ചടി ലഭിച്ചത് കൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സമ്പത്തെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു പ്രകാശത്തിലേക്കുള്ള യാത്രയിലേക്കുള്ള ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പൊള്ളുന്ന ആ ഒരു ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം ഒരിക്കലും വരില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്കിവിടെ റീഡിംഗ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ മുന്നോട്ടേക്ക് നിയറസ്റ്റ് ഭാവിയിൽ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയിൽ നിന്നും വരാൻ പോകുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതോടൊപ്പം തന്നെ നിങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാം.
abundance, success, let go, be assertive, take action, big happy changes. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ആണ്. അപ്പൊ ആദ്യമേ തന്നെ പറയാം, ലെറ്റ് ഗോ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് പോകേണ്ട സമയമായി. നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റി ഇനിയും മുന്നോട്ടേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത്. നിങ്ങൾ ഇതോടുകൂടി ഈ ഒരു നെഗറ്റിവിറ്റി നിർത്തുക. ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിങ്ങൾ മാറേണ്ട സമയമായി. അങ്ങനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. വലിയ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് ടേക്ക് ആക്ഷൻ ആണ്. ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണത്. നിങ്ങൾ ഡൗൺ സ്റ്റേജിൽ ഇരിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ഒത്തിരി വലിയ വലിയ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ബി അസർട്ടീവ്. നിങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ഡൗൺ സ്റ്റേജിൽ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു വ്യക്തിയെ നേടുന്നതാണെന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് ആണ്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ ആ ഒരു പ്രാർത്ഥനയോട് കൂടി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു യൂണിവേഴ്സിനെ എല്ലാ രീതിക്കും ബിലീവ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അതിലൂടെ നിങ്ങൾക്ക് അബണ്ടൻസ് ആൻഡ് സക്സസ് ആണ് വരുന്നത്. സന്തോഷവും സമൃദ്ധിയുമാണ് വരുന്നത്. ആ ഒരു സമ്പത്തെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആണെന്നുണ്ടെങ്കിലും ഒരു സക്സസ് കൈവരാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഗൈഡൻസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും തീർച്ചയായിട്ടും ലെറ്റ് ഗോ ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഒരിക്കലും ആ ഒരു ഡൗൺ സ്റ്റേജിൽ ഇരിക്കരുത്. ആ ഒരു സെൽഫ് ലവിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ കടക്കുക. ഇപ്പോൾ സെൽഫ് ലവിലേക്ക് കടന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ വളരെയധികം വിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. അല്ലാത്ത വ്യക്തികളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ആ ഒരു സെൽഫ് ലവിലേക്ക് എത്തുക. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ഇവിടെ ക്ലൂസിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ചിലവർ എപ്പോഴും ക്ലൂസ് വേണം എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ക്ലൂസ് എടുക്കുന്നത്. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ക്ലൂസ് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കണക്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് സിറ്റുവേഷൻസ് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ജെമിനി എന്നൊരു സോഡിയാക് സൈൻ. ഇടുക്കി ഡിസ്ട്രിക്റ്റ്, 1968. വയനാട് എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം again വന്നിട്ടുണ്ട്. 27. കണ്ണൂർ, S എന്നൊരു ലെറ്റർ. M, H എന്നൊരു ലെറ്റർ. ലിബ്ര, 24. കാപ്രിക്കോൺ, 44. കൊല്ലം ഡിസ്ട്രിക്റ്റ്, തൃക്കേട്ട. ചോതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 1993. ഇടുക്കി ഡിസ്ട്രിക്റ്റ് again വന്നിട്ടുണ്ട്. അക്വേറിയസ്. കാപ്രിക്കോൺ again വന്നിട്ടുണ്ട്. 28. 1972. പൂരാടം എന്നൊരു സ്റ്റാർ. വയനാട് again വന്നിട്ടുണ്ട്. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. R എന്നൊരു ലെറ്റർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 37 എന്നൊരു നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ക്ലൂസ് മാത്രമല്ല, നിങ്ങളുടെ എനർജി ആണോ ഇതിൽ വന്നിരിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണോ, എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാം. എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. വീണ്ടും നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.